Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ സ്റ്റുഡൻസ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. അനുദൈർഘ്യതരംഗം അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ കുറിച്ചുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1. ഉച്ചമർദ്ദമേഖലകളും നീച്ചമർദ്ദമേഖലകളും ഇടവിട്ടുണ്ടാകുന്നു. സ്റ്റേറ്റ്മെന്റ് 2. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഇടവിട്ടുണ്ടാകുന്നു. സ്റ്റേറ്റ്മെന്റ് 3. കണികകളുടെ കമ്പനദിശ തരംഗസഞ്ചാരദിശയ്ക്ക് സമാന്തരമായിരിക്കും. സ്റ്റേറ്റ്മെന്റ് 4. കണികകളുടെ കമ്പനദിശ തരംഗസഞ്ചാരദിശയ്ക്ക് ലംബമായിരിക്കും. ഇതിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻ എ, ഒന്നാമത്തെയും രണ്ടാമത്തെയും. ഓപ്ഷൻ ബി, 1ഉം 3ഉം. ഓപ്ഷൻ സി, 2ഉം 4ഉം. ഓപ്ഷൻ ഡി, 2ഉം 3ഉം. ഇതിൽ ഏതാണ് ശരിയുത്തരം എന്ന് ഒരുമിച്ച് നോക്കാം. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒരു സ്പ്രിംഗിലൂടെ വേവ് കടന്നു പോകുന്ന ഈ ആനിമേഷൻ ശ്രദ്ധിക്കൂ. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ മാധ്യമത്തിലെ കണികകൾ വേവ് പോകുന്ന ദിശയ്ക്ക് പാരൽ അഥവാ സമാന്തരമായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സമാന്തരമായി വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ചില ഭാഗങ്ങളിൽ കണികകൾ അടുത്തടുത്തും ചിലയിടത്ത് അകന്നും കാണപ്പെടുന്നു. ഇവയാണ് നമ്മൾ ഉച്ചമർദ്ദമേഖലകൾ എന്നും നീച്ചമർദ്ദമേഖലകൾ എന്നും വിളിക്കുന്നത്. നമുക്ക് ആദ്യം ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ അഥവാ കമ്പനദിശ ഒന്ന് നോക്കാം. നമ്മൾ കണ്ടതുപോലെ അനുദൈർഘ്യതരംഗങ്ങളിൽ കണികകൾ തരംഗസഞ്ചാരദിശയ്ക്ക് സമാന്തരമായാണ് കമ്പനം ചെയ്യുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അനുപ്രസ്ഥതരംഗം അഥവാ ട്രാൻസ്വേഴ്സ് വേവിനെക്കുറിച്ചാണ്. ഇനി അവിടെ ഉണ്ടാകുന്ന റീജിയൻസ് ഏതൊക്കെയെന്ന് നോക്കാം. കണികകൾ സമാന്തരമായി കമ്പനം ചെയ്യുമ്പോൾ ഉച്ചമർദ്ദമേഖലകളും നീച്ചമർദ്ദമേഖലകളും ഇടവിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ശൃംഗങ്ങളും ഗർത്തങ്ങളും അനുപ്രസ്ഥതരംഗങ്ങളിലാണ് അഥവാ ട്രാൻസ്വേഴ്സ് വേവ്സിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഒന്നൂടെ നോക്കാം. തന്നിട്ടുള്ളതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് അനുദൈർഘ്യതരംഗവുമായി മാച്ച് ആകുന്നത്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? ശരിയായ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സൂപ്പർ! നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.